കേരളത്തിൽ ആറുവരിപ്പാത പൂർത്തിയായിട്ട് ഞാൻ ആറുവരിപ്പാത പൂർത്തിയായി തുറന്നു കൊടുത്താൽ 1 മാസം കഴിഞ്ഞിട്ടേ ഞാൻ അവിടെ കയറുള്ളൂ. നിങ്ങൾക്കറിയോ എങ്ങനെ ഡ്രൈവ് ചെയ്യണ്ടെന്ന് അറിയാമോ? അറിയോ? ഇടത്തെ ലൈനിലൂടെയാണ് സ്ലോ ആയിട്ടുള്ളത് പോകേണ്ടത്. അവിടെയാണ് ലോറികൾ പോകേണ്ടത്. എന്താണെന്നറിയില്ല, ഒറ്റ ലോറി ആ വഴിക്ക് പോയി. നടുക്കിലൂടെയാണ് സ്പീഡ് ലൈൻ. റൈറ്റ് സൈഡിൽ അറ്റത്തുള്ളത് ഒഴിച്ചിടണം. ആംബുലൻസിനുള്ളതും ഓവർടേക്കിങ് അതുവഴിയാണ് നടക്കേണ്ടത്. അതിങ്ങനെ ഓവർടേക്ക് ചെയ്തിട്ട് സെക്കൻഡ് ലൈനിലേക്ക് വരണം. ഇതാ വേണ്ടത്. ഇത് ലോറികളൊക്കെ അപ്പുറത്ത്, സ്കൂട്ടറൊക്കെ അപ്പുറത്ത്. നമ്മളിങ്ങനെ എപ്പോഴാ ഗെയിം കളിക്കണ പോലെയാണ് ഇവിടെ. എവിടുന്ന ഏതാ സാധനം വരിക എന്നൊരു പിടുത്തല്ല. ഇതിൻ്റെ ഇടയിൽ മറ്റേ ലിമിറ്റഡ് സ്റ്റോപ്പും എന്ന് അടിച്ചടിച്ചടിച്ചടിച്ച് ഇങ്ങനെ പോകണം. പിന്നെ എന്തൊക്കെയാണ് നമ്മളെ നാട്ടുകാർ ചെയ്യുന്ന സ്ഥിരം പരിപാടികൾ? ഈ പുതിയ പടങ്ങൾ വരുമ്പോൾ ഫസ്റ്റ് ഷോക്ക് കയറി കണ്ടിട്ട് അതിൻ്റെ സ്റ്റോറി എടുത്ത് സ്റ്റാറ്റസ് ഇടുന്ന ചില വൃത്തികെട്ടവന്മാർ. നോക്കിക്കോ, എമ്പുരാൻ പടത്തില് വില്ലൻ ആരാണെന്ന് അന്ന് തന്നെ രാവിലെ 7:30 8 മണിക്ക് ഇടാൻ തയ്യാറായിട്ട് നടക്കണ കുറഞ്ഞുണ്ട്. എന്നിട്ട് അവരെന്നെ ഇടും. പിന്നെ അതിൻ്റെ സസ്പെൻസ് പോയി, അതിൻ്റെ രസം പോയി ഇല്ലേ? അജ്മൽ ഷാജഹാൻ എന്ന് പറഞ്ഞ നമ്മുടെ വഹാബ് സാറിന്റെ മോൻ്റെ ബ്രിഡ്ജ് വേല, അവനൊരൊറ്റ ആളാണ് എന്നെ കൊണ്ട് ബെൻസടിപ്പിച്ചത്. അവൻ പറഞ്ഞു, സാറേ ക്ലാസ് കഴിഞ്ഞിട്ട് സാറ് പുറത്തിറങ്ങുമ്പോൾ കാറിലിങ്ങനെ ചാരിക്കിടന്ന് ആംബിയൻ ലൈറ്റൊക്കെ ഇട്ടിട്ടിങ്ങനെ പോകും. സുഖം. ഞാൻ ആ സുഖത്തിലവിടെ പോയി. നോ ഹസിൽ ക്ലോസ് എന്ന് പറഞ്ഞ സാറുണ്ട്. സാർ ഒന്നും അറിയണ്ട, ഒക്കെ ഞാൻ ചെയ്തോളാം. ഞാൻ ഇതിൻ്റെ ഒരാളാണ്. ഇതിലാണ് ഞാൻ വീണത്. എനിക്ക് അക്കൗണ്ട് SBIയിലുണ്ട്, എനിക്ക് അക്കൗണ്ട് ആക്സിസിലുണ്ട്, കോപ്പറേറ്റീവ് ബാങ്കിലുണ്ട്, ഫെഡറൽ ബാങ്കിലുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് അക്കൗണ്ട് ഇല്ലാത്തൊരു ബാങ്കിൽ മാനേജർ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, സാർ ഒന്നും അറിയണ്ട, 2 ഒപ്പിട്ടാൽ മതി. എന്നിട്ട് ഞാൻ അതെ സാറേ 2 ഒപ്പിട്ടാൽ മതി, ഞാൻ ലോൺ തരാം. അപ്പൊ ഞാൻ എവിടെ വെച്ച് കാണും? സാറ് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാം. പിറ്റേ ദിവസം രാവിലെ 6:30 മണിക്ക് ഇയാൾ എൻ്റെ ഫ്ലാറ്റിന് മുമ്പിൽ. ഞാൻ വാതിൽ പറഞ്ഞപ്പോ, സാറേ 2 ഒപ്പിട്ടു. ഞാൻ പറഞ്ഞത് മനസ്സിലായി. ഞാൻ 2 ഒപ്പിട്ടു. അയാൾ പറഞ്ഞേ, സാറ് വാമായല്ലോ. ഞാൻ പറഞ്ഞു, ആ വാമ, ഇത് വാമപ്പ ഒപ്പാണ്. വാമ ഇനി അങ്ങോട്ട് ഇട്ടോ. ഞാൻ പറഞ്ഞു, എടോ മനുഷ്യർ, എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടു. ഈ സെയിൽസ് ക്ലോസ് ചെയ്യുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയാൾ ആ നിപ്പിൽ എൻ്റെ ഭാര്യനെ കൊണ്ട് അക്കൗണ്ട് എടുപ്പിച്ചു. എനിക്ക് ക്രെഡിറ്റ് കാർഡ്, ഭാര്യയ്ക്ക് ക്രെഡിറ്റ് കാർഡ്. ഇനി അയാളെ 10 മിനിറ്റ് കൂടി അയാൾ എൻ്റെ ആധാരം പണം വെച്ച് ലോണും തരും. നിരന്തരം ഫോളോ അപ്പ് ചെയ്യും. നിരന്തരം. എത്ര പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്യണം ഒരാളെ? അയാൾ മരിക്കുന്നത് വരെ. നമ്മൾ ഫോൺ ചെയ്തിട്ട് അവിടുന്ന് വേറെ ആൾ എടുത്തിട്ട് പറയണേ, ക്ഷമിക്കണം കേട്ടോ, നിങ്ങൾ വിളിച്ച ആള് മരിച്ചു. അപ്പൊ നമ്മൾ ഉറപ്പാണോ? ശരിക്കും മരിച്ചു? ഉറപ്പാണോ? എന്നാൽ അയാളുടെ മൂത്ത കുട്ടിക്ക് കൊടുക്കും. നമ്മൾ മരിച്ചിട്ടില്ലല്ലോ. എങ്ങനെയുണ്ട്? സൈക്കോ ആ വാക്കള എനിക്ക് കേൾക്കണ്ടത്. ഒരു സൈക്കോക്ക് അത് അറിയൂ. നമുക്ക് 2 തരത്തിലുള്ള കമ്പനികൾ ഉണ്ടാവും. ഒന്ന് പൊളിക്കാനുള്ള കമ്പനി, 2 വളരാനുള്ള കമ്പനി. ഒന്ന് അടിച്ചു പൊളിക്കാൻ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിക്കാനുള്ള കമ്പനി. അവരെ പൊളിക്കാൻ കമ്പനിയാക്കി, ഒരു വൈബ് അടിക്കാനുള്ള കമ്പനിയാക്കി മാറ്റുക.